ഗാസ സംഘർഷഭൂമിയായി തുടരുമോ? സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടവുമായി മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ഹമാസ് പറയുന്നത്. ഇസ്രായേൽ നിരന്തരം വെടിനിർത്തൽ ലംഘിക്കുന്നതിനാൽ സമാധാന പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാനാവില്ലെന്നാണ് ഹമാസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. കരാർ പാലിക്കാൻ ഇസ്രായേലിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാറിന് മധ്യസ്ഥത വഹിച്ച US, ഈജിപ്റ്റ്, ഖത്തർ എന്നീ രാജ്യങ്ങളോടാണ് ഹമാസ് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വെടിനിർത്തൽ ധാരണ ലംഘിക്കുന്നുവെന്ന് ഇസ്രായേലും ഹമാസും തുടർച്ചയായി പരസ്പരം ആരോപണം ഉയർത്തുകയാണ്. അതിനിടയിലാണ് നിലപാട് വ്യക്തമാക്കി ഹമാസ് വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. എന്നാൽ സമാധാന കരാറിൻ്റെ രണ്ടാം ഘട്ടം എത്രയും വേഗം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. 2 മാസം പിന്നിടുകയാണ് ഗാസ വെടിനിർത്തൽ കരാറിൻ്റെ ആദ്യഘട്ടം. ആദ്യഘട്ടത്തിൽ 738 തവണയാണ് ഇസ്രായേൽ വെടിനിർത്തൽ ലംഘിച്ചതെന്ന് ഹമാസ് ആരോപിക്കുന്നു. ഇതിനകം 377 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 987 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിൻ്റെ സൈനിക പിന്മാറ്റത്തോടൊപ്പം ഗാസയിലേക്കുള്ള സഹായം ഉറപ്പാക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 29-ന് വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ച നടത്താനിരിക്കുകയാണ്. അതിനിടെയാണ് ഹമാസിൻ്റെ പുതിയ പ്രതികരണം. ഗാസയിലെ സമാധാന ഭരണസമിതിയിൽ നിന്ന് ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഒഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ബ്ലെയർ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ടോണി ബ്ലെയറിനെതിരെ അറബ് മുസ്ലിം രാജ്യങ്ങൾ നേരത്തെ തന്നെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പലസ്തീനികൾക്ക് പരിക്കേറ്റു. ഗാസയിൽ വെടിനിർത്തൽ വേളയിലും കുഞ്ഞുങ്ങളിലെ പോഷകാഹാരക്കുറവ് ഗുരുതരമായി തുടരുന്നതായി യുനിസെഫ് അറിയിച്ചു. 10,000-ഓളം കുട്ടികളാണ് പോഷകാഹാരക്കുറവ് മൂലമുള്ള പ്രയാസങ്ങൾ നേരിടുന്നതെന്നും യുനിസെഫ് ചൂണ്ടിക്കാട്ടി. ഗാസയിലേക്കുള്ള ചരക്ക് വാഹനങ്ങൾക്കായി വെസ്റ്റ് ബാങ്കിനും ജോർദാനും ഇടയിലെ ക്രോസിംഗ് തുറക്കാൻ സന്നദ്ധത അറിയിച്ച് ഇസ്രായേൽ അതിനിടെ രംഗത്തു വന്നു. സെപ്റ്റംബർ മുതൽ ഈ ക്രോസിംഗ് അടച്ചിട്ടിരിക്കുകയാണ്.